ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ. ഇഷ്ടം കൊണ്ടാണോ കോൺഫറൻസിന് വന്നേ? സാഹചര്യം സമ്മർദ്ദം മൂലം ആദ്യമായിട്ട് ഞാൻ വന്ദേ ഭാരതിൽ കയറാൻ പോവാണ്. പലയിടത്ത് വെക്കാൻ സുഖമാണ്. എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയും അൻസുവിന് ലോക്കൽ സാധനവും അൻസു കംപ്ലൈന്റ് പറയുന്നു. അവര് മുഖം നോക്കി തന്നതാണ്. എന്നിട്ട് അവർ ഇച്ചിരി സ്നാക്സ് കൊണ്ടുതന്നു. ഐ നോ വി ഹാവ് പെയ്ഡ് ഫോർ ദിസ്, പക്ഷെ ഫ്രീ ആയിട്ട് കൊണ്ടു തന്നൊരു ഫീലായിരുന്നു. പിന്നെ അത് എക്സ്പ്ലോറേഷനായി. ഇതൊക്കെയാണ് അതുണ്ടായിരുന്ന സാധനം. ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ സ്നാക്ക്. കാലറി കൗണ്ട് ചെയ്താൽ അതൊരു വലിയൊരു മീലിൻ്റെ അത്രയും കാലറി ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. സം വാസ് ഗുഡ്, സം വാസ് ഓക്കെ ആൻഡ് യാ, ഇറ്റ് വാസ് നോട്ട് ബാഡ്. ഒരു കാര്യത്തിന് എനിക്ക് കംപ്ലൈന്റ് ഉള്ളൂ. ടീക്ക് പകരം ചൂട് വെള്ളം തന്നിട്ടില്ല ചായ ഉണ്ടാക്കി. ഗൈസ്, എനിക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടമല്ല. ഐ ഹേറ്റ് നോയിങ് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഫുഡ് കംപ്ലീറ്റ്ലി. ഒരു സിന്നമണിന്റെ ചുവ, ഭയങ്കര മസാല ചുവ. അതായത് ഉദ്ദേശിച്ചതൊരു കൊച്ചി വ്ളോഗാണെങ്കിലും ഇതൊരു വാട്ട ഈറ്റിനിടെ ആവുന്നുണ്ടോ നല്ല ഡൗട്ട്. കയറിയപ്പോ തുടങ്ങിയ തീറ്റയാണ് അൻസു. അങ്ങനെയല്ലല്ലോ ഫോട്ടോ ഉള്ളത്. നോക്കൂ ഗൈസ്, ശരിക്കും വാട്ട എയ്റ്റിൽ വന്ദേ ഭാരത്. എല്ലാം തൊന്നൊക്കെ ഇറങ്ങിയിരിക്കുന്ന അൻസു. എല്ലാം ബാക്കിയായി. ഇത് ബാക്കി, ഇത് ബാക്കി അല്ല, ഇത് അൻസുവിൻ്റെ. ഇത് ബാക്കി, ഇതും ബാക്കി. കൊച്ചി പോയിട്ട് വേറൊരു പ്ലാനുണ്ട്. മെയിൻ പ്ലാൻ ഇത് കോൺഫറൻസിന് പോകണം. അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ് സാധനം, സ്റ്റേക്ക് കഴിക്കാൻ പോകണം. സ്റ്റീക്ക് കഴിക്കാൻ പോകണം. അതാണ് പ്ലാൻ. അതാണ് ആകെ കൊച്ചിയിലുള്ള പ്ലാൻ. ഒന്ന് ലുലു മോൾ കയറണം ഇഫ് പോസിബിൾ, പക്ഷെ സ്റ്റീക്ക് കഴിക്കണം. ഓക്കെ, can I take a moment to appreciate this train? I can't explain how comfy, how luxurious this is. Maybe this is my first time traveling in Vande Bharat, but this is worth the money. If this is how travel feels like, then I would like to travel every single day. So comfortable. I wish this won't reach, I mean, not like that. I wish this journey continues beyond Kochi. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള പാട്ട് ആ സ്പോട്ടിഫൈയിലിട്ട് ഇങ്ങനെ ജനലിനോട് ചേർന്ന് പുറത്ത് നോക്കി അത് കേൾക്കുന്നൊരു സുഖം ഉണ്ടല്ലോ. ഇതൊക്കെയാണ് മക്കളെ ലൈഫ്.
പിന്നെ ഇത് നോർമലാണോ ഇനി നിങ്ങളിൽ എത്ര ആക്കി പ്രശ്നമുണ്ടെന്ന് അറിയില്ല. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്തേലൊക്കെ കഴിക്കാൻ ഒരു തീറ്റപ്രാന്താണ്. പിന്നെയൊക്കെ കെട്ടും പാണ്ടൊക്കെ പൂട്ടി അൻസു നേരത്തെ ഇറങ്ങി. 2 സ്റ്റോപ്പ് മുന്നേ എണീറ്റ് നിൽക്കുകയായിരുന്നു അൻസു. അപ്പോൾ ബൈ, അങ്ങനെ കൊച്ചി ഇറങ്ങാനായി. കൊച്ചിയിലിറങ്ങി നേരെ ഷീ ലോഡ്ജിലേക്കാണ് വിട്ടത്. ആക്ച്വലി ഇറ്റ് വാസ് പ്രിറ്റി മച്ച് മോർ ക്ലീനർ ആൻഡ് better than what I have expected. It was good. Room was decent, clean and close to a railway station. Yes, it was comfortable. ആക്ച്വലി ഷീ ലോഡ്ജിൻ്റെ മേജർ അഡ്വാൻറ്റേജ് ആയി തോന്നിയത് ഇതാണ്. ഇതൊരു ഫുഡ് ഹബ്ബാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യണം, അവിടെ പോയി ഫുഡ് വാങ്ങി വന്നിരിക്കണം. പക്ഷേ ഈവൺ ദോ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും ആ ഒരു വൈബ് നല്ലതായിരുന്നു. അതായത് ഓൾ ദ വർക്കേഴ്സ് സീംസ് ഹാപ്പി, നല്ല ഹാപ്പി സോങ്സ് പ്ലേ ആവുന്നുണ്ട്. ഇറ്റ് സിസ്റ്റമാറ്റിക്. കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണം. അപ്പോൾ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കഴുകുന്നുണ്ടാവില്ല, അവർ പോലും അവിടെ വന്ന് കഴുകുന്നതൊക്കെ നിൽക്കും. നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആൻഡ് ഫുഡ് ഇസ് ചീപ്പ്, വെരി ടേസ്റ്റി. And too much of options in the food menu. Actually, it was good. Cheers. പിന്നെ ആക്ച്വലി പോയ കാര്യം ഓർമ്മ വരുമ്പോൾ ഇച്ചിരി ഒന്ന് പേടിയാവും. അങ്ങനെ കുറച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യും. പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ ഇച്ചിരി കിടന്നുറങ്ങും. അങ്ങനെ ആ രാത്രി അങ്ങനെ തീർത്തു. പിന്നെ രാവിലെ ആയി, എണീറ്റു, പല്ല് തേച്ച്, വെള്ളമൊക്കെ കുടിച്ച്, കുളിച്ച്, ഒരുങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലൊക്കെ എടുത്തിട്ട്, ഒരു ബാഗും എടുത്തിട്ട് നേരെ ഇറങ്ങി. ഈ സ്റ്റേയും കോൺഫറൻസിൻ്റെ ഹാളും തമ്മിൽ മേ ബി ബെയർലി 2 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ദിവസമായിട്ട് അമിതമായി തിന്നുന്നൊരു തോന്നലും കൂടി ഉള്ളതുകൊണ്ട് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ എറണാകുളം സിറ്റീൻ്റെ തെരുവോരങ്ങളിലൂടെ ഞാനും അൻസും നടക്കുകയാണ് കേസ്. ഇവിടെയായിരുന്നു കോൺഫറൻസ്. അങ്ങനെ രജിസ്ട്രേഷൻ്റെ അവിടെ ജനസാഗരം താണ്ടി നമ്മുടെ കോൺഫറൻസിൻ്റെ കിറ്റും എടുത്ത് നേരെ കോൺഫറൻസ് ഹാളിൽ കയറി ഒന്ന് സീറ്റഡായി കുറച്ച് ടോക്സൊക്കെ കേട്ടു. പിന്നെ നോർമൽ കോൺഫറൻസ് എങ്ങനെയാണ് അങ്ങനെ എത്തിച്ചിരി കുറച്ച് സമയം അങ്ങനെ. പിന്നെ കോൺഫറൻസ് ആയാലും കല്യാണമായാലും കൂടെ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അല്ലെങ്കിൽ വന്ന ആളെങ്ങനെയും ബിസി ആയിക്കഴിഞ്ഞാൽ നമ്മളങ്ങടെ ഇരുന്ന് ശശിയും. പക്ഷേ ഫുഡുണ്ടല്ലോ, അങ്ങനെ ഫുഡ് എടുത്തു. ഫൈബർ ഒട്ടും കുറച്ചില്ല. സാലഡ് കൂട്ടിയെടുത്തു. പ്രോട്ടീനും ബാലൻസ് ചെയ്ത് ഇച്ചിരി കാപ്സും എടുത്ത് കഴിച്ച് മുടിച്ചാച്ച്. ആക്ച്വലി ദ ഫുഡ് വാസ് സോ ഗുഡ്. സോ ഗുഡ് ഇൻ ദ സെൻസ് കണ്ടു തന്നെ നമുക്ക് വയറ് നിറയുന്ന ഒരവസ്ഥയായിരുന്നു ഫുഡിൽ. പിന്നെ ഒരു ഡെസേർട്ട്, അതും കൂടി കഴിച്ച് സുഖസുന്ദര ജീവിതം. പക്ഷെ പ്രശ്നം എന്താ, ഇതൊക്കെ കൂടി കഴിച്ചിട്ട് പിന്നെ കോൺഫറൻസിന് ഇരിക്കുമ്പോഴേ ഉറക്കം വണ്ടി പിടിച്ച് വരും. അതായത് ഉറങ്ങിയാൽ കുഴപ്പമില്ല, ഇതൊരു ജാതി ബോധം പോക്കാണ്. എന്തേലും ആവട്ടെ. I know by the time I post this video, I would have came to a decision whether to go for this banquet night or not. I'm really thinking about this since so long. I don't like DJ with strangers. I mean, I don't have any people to sing it with here. But I don't have anything to do here also. So I was just thinking what to do, to go or not. We'll see. If you can see any banquet night clips after this, it means I went. If not, if you're seeing me sleeping here, it means I didn't. Let's see. അൻസു എന്ത് പറ്റിയടാ? അങ്ങനെ നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാൻ തീരുമാനിച്ചു. സംഭവം ബാഗ് തുറന്നപ്പോൾ ഫുഡ് കൂപ്പൺ കണ്ടു. അപ്പോൾ ഓർത്തല്ല, അപ്പോൾ ഫുഡ് കഴിച്ച് വരാം. നമ്മൾ പൈസ കൊടുത്തതൊന്നും വാങ്ങാതിരിക്കുന്നതാണ് ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ കിട്ടുമ്പോൾ തിന്നാതിരുന്നാൽ അത് അഹങ്കാരം അല്ലേ? അതുകൊണ്ടാണ് ഈ ഡെസേർട്ടൊക്കെ ഇങ്ങനെ കുത്തിത്തിരുന്നത്.
ഒരുപാട് തിന്ന ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പഴക്കുള്ള വെക്കാം. അപ്പൊ തിന്നതൊന്ന് ലെവലാവാനും, അതായത് ഒരുപാട് കാലറി കഴിച്ചാൽ കാലറി ബേൺ ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം. അതിന്റെ ഭാഗമായിട്ട് കോൺഫറൻസിന്റെ ഹാൾ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മേ ബി ഒരു 800 മീറ്റേഴ്സ് ഉണ്ടാവും, അവിടെ വരെ നടന്ന് ഞാൻ ഒന്ന് വേർപ്പൊന്ന് ലെവലായി സെറ്റ്. അപ്പൊ ശരി, ഇനി കുളിക്കണം, ഉറങ്ങണം, നാളെ വീണ്ടും ഡേറ്റ്. ഇപ്പൊ സമയം 6:15, 5:15 മുതൽ എണീറ്റ് പിടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഒരു കാരണവുമില്ല, ഭയങ്കര ചൂടാണ് ഇവിടെ. ഉള്ളില് പുറത്ത് മഴയാണ്. ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ഒരു അടച്ചിട്ട ഫീലിംഗ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ടു സെറ്റ് ദ ഡേ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എ വാം വാട്ടർ. ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇന്ന് രാവിലെ ഇന്നലെ വാങ്ങി വെച്ച റോബസ്റ്റ് പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വയറിന് ഫസ്റ്റ് ഒരുപാട് ഫുഡ് കണ്ടോണ്ടാണ് തോന്നും ഒരുപാട് ഫുഡ് കഴിച്ചൊരു ഫീലിംഗ്. ആക്ച്വലി അങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷെ ഫുഡ് കണ്ട് മടുത്ത്. അതുകൊണ്ട് ഇന്ന് പഴം വെച്ച് പിന്നെ കാണാം. വാട്ട് ഇസ് ഐറ്റിനറി ഫോർ ദ ഡേ. കോൺഫറൻസിന് പോകും, പറ്റുവാണെങ്കിൽ ഇച്ചിരി നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. ബിക്കോസ് ലാസ്റ്റ് തൊട്ടുള്ള ടോക്കൊക്കെ സ്പീച്ചാണ്. എന്നിട്ടൊന്ന് കറങ്ങണം, ഒന്ന് ലുലു മോളിൽ കയറണം. സ്റ്റേക്ക് എനിക്ക് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഐ ഡൗട്ട് ഇറ്റ്. ഓക്കെ, വിൽ സീ. Subscribe to her channel, please. Okay, bye. പിന്നെ കൊച്ചി പോയിട്ട് ലുലു മോളിൽ കയറാതിരുന്ന ദുഃഖം വരുന്നത് കൊണ്ട് മാത്രം. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല, എന്നാലും ലുലു മോളിലൊന്ന് കയറി ഇറങ്ങി. ആഹാ, അന്തസ്, എന്താ മോളല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സാലഡ് മിക്സിംഗ് സ്കിൽസ് ആണ്. ഐ റിയലി ലവ് ഈറ്റിംഗ് ഫ്രഷ് സാലഡ്സ്. മേ ബി ബിക്കോസ് ഐ നോ ഇറ്റ്സ് ഫുൾ ഓഫ് ഫൈബേഴ്സ്. ഐ ഡോണ്ട് നോ. Salads are healthy. ആൻഡ് അഗൈൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാലഡ്സ് ആർ ഹെൽത്തി, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഗ്രീഡിയൻസ് ബീങ് യൂസ്ഡ്, എസ്പെഷ്യലി ദ സാലഡ് ഡ്രസ്സിംഗ്. This is how to mix a salad. Too much of greens, see, too much of colored vegetables. അപ്പോൾ വ്ളോഗ് കഴിയാനായപ്പോഴാണ് മൈക്ക് വാങ്ങിയ കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ കൊച്ചി വ്ളോഗ് കഴിയുവാണ് ഗൈസ്. കൊച്ചിയിൽ ആക്ച്വലി വരേണ്ട ആവശ്യം കോൺഫറൻസ് ആയിരുന്നെങ്കിലും അത് വലിയൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ താല്പര്യമുള്ള കാര്യങ്ങൾ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്തപ്പോൾ ഒരു രസമായി. അതാണ് ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വി വോണ്ട് ഹാവ് കൺട്രോൾ ഓഫ് വാട്ട് എവർ തിങ്സ് ഹാപ്പനിങ് ഇൻ ലൈഫ് ആൻഡ് വി കാൻ't always do things that only we have to do. I think if you are a person who have already realized that life won't always give you happy happenings, you will be optimistic.